ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. പ്രവീണിന് +1 ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങാനുണ്ട്. മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. നേരത്തെ നമ്മളിങ്ങനെ മാറ്റം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്കുകളാണ് ചോദിച്ച് വാങ്ങിയത്. അപ്പോഴാണ് ഒന്ന് രണ്ട് പേര് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കുകൾക്ക് മാറ്റമുണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് വാങ്ങിയല്ലേ പറ്റുള്ളൂ, വേറെ ആരും തരത്തില്ല ബുക്കുകൾ. അപ്പോൾ നമ്മൾ വാങ്ങിയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ നെയ്യാറ്റിൻകരയിലാണ് ഈ ഒരു ബുക്ക് സ്റ്റാൾ ഉള്ളത്. ബുക്ക് പ്രസ്, അതായത് SB പ്രസ്സാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ബുക്കുകൾ വാങ്ങാൻ പോവുകയാണ്, പുസ്തകങ്ങൾ. അങ്ങനെ പോകുന്ന വഴിക്ക് ഉള്ള ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നത്. ഇത് വന്നിട്ട് നമ്മുടെ മെയിൻ റോഡല്ല കേട്ടോ, ഇത് പനച്ചമൂട് വെള്ളാർട റോഡാണ്. ഞങ്ങൾ വന്ന് കയറണം, കുറച്ച് കറങ്ങി വേണം വരാൻ കേട്ടോ. ഇത് നമ്മൾ ഹൈവേ ആണ്, പാറശാലയാണ്. ഏകദേശം പാറശാല ആശുപത്രി ജംഗ്ഷനൊക്കെ എത്തി. ഇപ്പോൾ നമുക്ക് ഇതാണ് ആശുപത്രി. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ പോവാണ്. ഇനി നമ്മൾ അവിടെ ചെന്ന് ബുക്കുകളെല്ലാം വാങ്ങണം. പ്രബിനെ എന്തായാലും മാസ്ക് ഒന്നും വയ്ക്കാത്തതുകൊണ്ട് പുറത്തൊന്നും ഇറക്കുന്നില്ല, വണ്ടിയിൽ തന്നെയാണ്. അവൻ ഈ മാസ്ക് വയ്ക്കുന്ന ഭയങ്കര അലർജിയാണ്. സത്യം പറഞ്ഞാൽ മാസ്ക് വയ്ക്കാതെ പുറത്തൊന്നും കൊണ്ടുപോകാൻ പാടില്ലെന്നാണ് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ നമ്മൾ നെയ്യാറ്റിൻകര എത്തി കഴിഞ്ഞു. ഇനി നമ്മൾ പ്രബിനെ വണ്ടി പാർക്ക് ചെയ്ത് കൊണ്ടിരുത്തിയിട്ട് വേണം ബുക്ക് വാങ്ങാൻ പോകാൻ. അപ്പോൾ ബുക്ക് ഇതാ വാങ്ങാൻ കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ എനിക്ക് പറ്റിയില്ല എടുക്കാൻ. അപ്പോൾ നമ്മൾ ബുക്കുകൾ വാങ്ങി ഇനി അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. കൊടുത്തിട്ട് നമുക്ക് ഓരോ ചായയൊക്കെ കുടിക്കണം. അപ്പോൾ അവൻ്റെ പുസ്തകങ്ങൾ കൊടുത്തപ്പോൾ അവന് ഒത്തിരി സന്തോഷമായി കേട്ടോ. വാങ്ങി വെച്ചിട്ട് ഭയങ്കര ചിരിയായിരുന്നു. എങ്ങനെയാണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇനി ഒരു ചായയൊക്കെ കുടിച്ച് നമുക്ക് അടുത്ത് തിരിച്ച് പോകണം. ഇനി തിരിച്ച് അവിടെ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വിശേഷം കൂടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും ഒരു വാർത്ത കേട്ടിട്ടുണ്ടാകും. ഒരു KSRTC ബസ്സും ഒരു കാറും കൂടെ കൂട്ടിയിടിച്ച് ഒരു പ്ലേസ്. അത് നമ്മുടെ നെയ്യാറ്റിൻകര ആ ഒരു ഭാഗത്താണ് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗത്താണ്, അമരവിള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ ആ ഭാഗം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക്. നമ്മുടെ ഈ KSRTC ബസ്സുകൾക്കൊക്കെ ഒരു കണ്ണടച്ച് പോകുന്ന ഒരു പോക്കാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അതുകൊണ്ട് ആ ബസ്സിൽ കയറാൻ നല്ല പേടിക്കും. എന്നാൽ കയറിയിട്ടില്ല എന്നൊന്നുമില്ല, കയറിയിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേസാണ് കേട്ടോ നമ്മൾ ആ ആക്സിഡൻറ്റ് നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കാറ്റടിക്കാനുണ്ടായിരുന്നു വണ്ടിക്ക്, കാറ്റും അടിച്ചു. അത് കഴിഞ്ഞ് സ്കൂളിൽ കയറി, ചെറിയൊരു ആവശ്യമായിട്ട് അത് നടന്നില്ല. അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.